വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും വീട്ടിൽ ഇഡ്ഡലി ഉണ്ടാക്കാറുണ്ട്, ദോശ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ എല്ലാവർക്കും ഇഡ്ഡലി ബാറ്റർ നല്ല പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടാറില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ പെർഫെക്റ്റായിട്ട് ഒരു ഇഡ്ഡലി ബാറ്റർ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ എത്രയൊക്കെയാണ് അളവ് വേണ്ടത് എന്നൊക്കെയുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇഡ്ഡലി ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രയൊക്കെയാണ് അളവ് വേണ്ടതെന്ന് നോക്കാം. ഞാൻ ഈ കപ്പിന് അളവാണ് എടുക്കുന്നത് കേട്ടോ. ഈ കപ്പിന് ഞാൻ 3 കപ്പ് പച്ചരിയാണ് എടുക്കാറുള്ളത്. ചിലർ ഡൊപ്പി റൈസാണ് ഉപയോഗിക്കുന്നത്, ചിലർ പച്ചരി ഉപയോഗിക്കും. ഞാനിവിടെ പച്ചരിയാണ് ഉപയോഗിക്കാറുള്ളത്. ഇതിന് ഞാൻ 3 കപ്പ് പച്ചരിയും 1 കപ്പ് ഉഴുന്നുമാണ് എടുക്കാറുള്ളത്. ഞാൻ ഇതേ രീതിയിലാണ് അരി എടുക്കുന്നത്. ഇതേപോലെ 3 ഗ്ലാസ് പച്ചരി, അതേ കപ്പിൻ്റെ അളവിൽ തന്നെ 1 ഗ്ലാസ് ഉഴുന്നും എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി കുതിർക്കാൻ ഇടണം. ഞാനിപ്പോൾ അരി ഉഴുന്നും എല്ലാം കുതിർക്കാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതൊരു 3 മുതൽ 4 മണിക്കൂർ വരെ കുതിരാൻ വേണ്ടി വെക്കണം. അതിന് ശേഷം നമുക്ക് അരയ്ക്കാൻ വേണ്ടി എടുക്കാം. നമ്മൾ ഉഴുന്ന് കഴുകാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് 1 പ്രാവശ്യം കഴുകിയാൽ മതി. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ പൊടിയും അഴുക്കും ഒന്ന് പോകുന്ന രീതിയിൽ 1 പ്രാവശ്യം കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ എന്നിട്ട് അരി കഴുകണം. അരി എന്ന് പറയുന്നത് 2-3 പ്രാവശ്യം കഴുകി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വേണ്ടി അതും വയ്ക്കുക. അപ്പോൾ അരി നമ്മൾ എത്ര എടുക്കുന്നോ അതിനനുസരിച്ച് ഉഴുന്നിൻ്റെ അളവ് കൂടും. അപ്പം ഞാൻ 3 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് ഉഴുന്നെന്നുള്ള കണക്കിനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അരിയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് ഉഴുന്നും അതിൻ്റെ അളവും കൂട്ടിയെടുക്കാം. ഉഴുന്നിൽ നമ്മൾ 1 പ്രാവശ്യം ജസ്റ്റ് ഒന്ന് കഴുകി വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വയ്ക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടുതൽ ഒഴിച്ച് കുതിർക്കാൻ വയ്ക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ഉഴുന്നിൻ്റെ വെള്ളമാണ് നമ്മൾ അരി അരയ്ക്കുന്ന സമയത്ത് അരിയിൽ ഒഴിക്കാൻ വേണ്ടി എടുക്കുന്നത് ഉഴുന്നിൻ്റെ വെള്ളമാണ്, അരിയുടെ വെള്ളം എടുക്കത്തില്ല. അപ്പം ഉഴുന്നരയ്ക്കാനും അരി അരയ്ക്കുന്ന സമയത്തും ഈ ഉഴുന്ന് കുതിരാൻ ഇട്ടിരിക്കുന്ന വെള്ളം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഉഴുന്ന് കുതിരാൻ വേണ്ടി ഇടുമ്പോഴത്തേക്കും അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഇച്ചിരി കൂടുതലായിട്ട് വയ്ക്കുക. ആ വെള്ളമാണ് ഉപയോഗിക്കുന്നത് നമ്മൾ അരി അരയ്ക്കാനും ഉഴുന്നരയ്ക്കാൻ വേണ്ടിയിട്ട്. അരി ഉഴുന്ന് ഞാൻ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇപ്പോൾ ഒരു 3-3.5 മണിക്കൂറോളം ആയിട്ടുണ്ട് കുതിർക്കാൻ വെച്ചിട്ട്. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇത് ഉഴുന്നാണ്. ഇത്രയും വെള്ളം ആദ്യമേ ചേർക്കാവൂ, പിന്നെ നമുക്ക് ആവശ്യാനുസരണം വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഉഴുന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് അരച്ചെടുക്കാനുള്ളത്. നമ്മൾ ഉഴുന്ന് കുതിരായിട്ട് ആ വെള്ളം തന്നെ വേണം ചേർത്ത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ കുതിർക്കാനിട്ടിരുന്ന അരിയും കൂടെ നമുക്ക് അരച്ചെടുക്കാം. ഈ അരി അരയ്ക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ചോറും കൂടെ ചേർത്താണ് അരച്ചെടുക്കാൻ. അത് ഉഴുന്ന് വെള്ളത്തിലിട്ട് ആ വെള്ളം തന്നെ വേണം നമ്മൾ ഇതിലും കൂടെ ചേർത്ത് അരച്ചെടുക്കാൻ. ചോറ് ചേർക്കുമ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ്നെസ് ആയിട്ട് കിട്ടും. അരി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരി ഉഴുന്നുമെല്ലാം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ രാവിലെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം നല്ലപോലെ അരച്ച് വെച്ചാൽ മതി. അല്ല, വൈകുന്നേരം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ രാവിലെ ഇതേപോലെ അരച്ച് വെച്ചിരുന്നാൽ വൈകുന്നേരം ഉപയോഗിക്കാം. ഒരു 8 മണിക്കൂറെങ്കിലും നമ്മളിത് അരച്ച് മാറ്റി വെച്ചിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. കണ്ടോ, ഇതിപ്പോൾ ഞാൻ തലേ ദിവസം വൈകുന്നേരം അരച്ച് വെച്ചതാണ്. അത് ഞാൻ പിറ്റേ ദിവസം രാവിലെ ആയിട്ടോ എടുക്കുന്നത്. നല്ല കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബാറ്ററാണ് കിട്ടിയിരിക്കുന്നത്. ഉണ്ടോ, നല്ല. ഇതിപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എല്ലാം കമൻസ് വഴി അറിയിക്കണം. എല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, ബൈ.